എന്തായി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പറഞ്ഞ കൊറേ നേരം എല്ലായിടത്തും പോന്നിട്ട് ഇതാ ഉണ്ടാക്കാണ്. ഇതെന്താണ്? ഇത് മൈദമാവ് നമ്മള് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കേ അന്നേ നമ്മളൊരു ആവേശത്തിന് മേടിച്ച മഷ്റൂമിന്റെ ക്യാൻ ഓർമ്മ ഉണ്ടാവും. അത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇല്ല, അത് നമുക്ക് ഉണ്ടാക്കുക. ദോശയും അതിന്റെ എന്താ പറയാ ഗ്രേവി ടൈപ്പ് കറിക്കാണോ? ആ റോസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കറിയോ? അത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. അപ്പൊ ഇതാണ് കേട്ടോ മഷ്റൂം. നമ്മളന്ന് ഷോപ്പിങ്ങിന് പോയപ്പോ ഒരാവേശത്തിൽ മേടിച്ചതായിരുന്നു. ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ക്യാനിൽ വരുന്നതാണ് ഈ സാധനം. പിന്നെ ഇപ്പോൾ നമ്മളവിടെയൊക്കെ ആണെങ്കിൽ പാക്കിൽ വരില്ലേ അത് നാട്ടില്. അപ്പോൾ ഇതിന് ഇവിടുത്തെ 28 രൂപയാണ് കേട്ടോ ഇവിടുത്തെ പൈസ. അപ്പോൾ നാട്ടിലത്തെ ഒരു × 5 150 റേഞ്ചൊക്കെ വരുന്നുണ്ട്. നല്ലതാ തോന്നുന്നുണ്ട്. എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ. ആകെ എത്ര പീസേ ഉള്ളൂ? അത് ഒരു 10-15 പീസ് തികയുള്ളൂ. ഇവിടുത്തെ 150 ആണോ ഇതിന്? ഇവിടുത്തെ 150 അല്ലല്ല, ഇവിടുത്തെ 150 അല്ല, ഇവിടുത്തെ 30 ഇത് വരും. അപ്പൊ നാട്ടിലത്തെ 150. നാട്ടില് 150ക്ക് ഇങ്ങനത്തെ ഒരു ബോക്സ് ആണ്. നാട്ടില് 150 പ്രിസർവേറ്റീവ്സ് ആണ് കേട്ടോ അത്. ഈ വെള്ളം അത് കേടുവരാതിരിക്കാൻ വേണ്ടിട്ട് ആഡ് ചെയ്ത് കൊടുത്താ ക്യാനിൽ വരുന്നോണ്ട്. കട്ടിംഗ് മാസ്റ്റർ കട്ട് ചെയ്യൂ. മതി, ഒരു ഉള്ളി പോരെ? ഒരു ഉള്ളി പോരെ? ഓ കുറച്ചല്ലേ ഉള്ളു, അപ്പൊ ഒരു ഉള്ളി മതിയല്ലേ? ഇതാദ്യം ഇത് മസാല ഉണ്ടാക്കിയിട്ട് പിന്നെ മഷ്റൂം ഇടാനാണോ പ്ലാന്, അതോ എല്ലാം ഒരുമിച്ച് ഇടാനോ? മസാല ഉണ്ടാക്കിയിട്ട് ഇത് പെട്ടെന്ന് വേവൂലേ? വേവുന്നുണ്ടാവും, അത് പെട്ടെന്ന് വേവും. അപ്പൊ മസാല ഉണ്ടാക്കാം അല്ലേ? മസാല ഉണ്ടാക്കിയിട്ട് നമ്മള് മറ്റേ സംഭവം ഉണ്ടാക്കില്ലേ, ചെമ്മീൻ റോസ്റ്റ്, മനസ്സിലായി, അതേപോലെ. കിട്ടൂല്ലേ? നല്ല ടേസ്റ്റ്. പാൽക്കൂണ ഞങ്ങളൊന്ന് വാങ്ങിയത് കേട്ടോ. എന്ത് ടേസ്റ്റ് അറിയോ? വീടുകളിലൊക്കെ ഉണ്ടാക്കൂലേ? നമ്മളെ വീടിന്റെ തൊട്ടടുത്തൊരു വീട്ടില്. എന്നിട്ട് അമ്മ അത് റോസ്റ്റ് ചെയ്തു. ഇവിടെ നമുക്ക് ഈ പാക്ക്ഡ് എങ്കിൽ പാക്ക്ഡ് ഇതൊക്കെ കിട്ടണ തന്നെ വലിയ കാര്യം. ചില ഐലൻഡത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ കൂന് പോയിട്ട് അവിടെ അരി കിട്ടൂല ചില ഐലൻഡില്. അതൊക്കെ നമുക്ക് നല്ലതല്ലേ? കുഴപ്പമില്ല, നല്ലതാ. നല്ല പൊട്ടല് പൊട്ടിട്ട് ഡാൻസ് എന്താ? അല്ലല്ലേ, ഇത് തെറിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോട്ടോ. ഫ്ലെയിം കൂടുതലാണോ? അല്ല, ഏറ്റവും കുറവില്ല. നമുക്ക് ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സാധനം ഒന്ന് കിടന്ന് ഉള്ളി തക്കാളി സെറ്റ് ആവട്ടെ. വേണ്ട, സെറ്റാവും. മെയിൻ ഷെഫ് പറഞ്ഞ അതിന് അപ്പീലില്ല. സ്മെല്ല് പോവാതിരിക്കാൻ വേണ്ടിട്ട്. ഇതിന്റെ കടപ്പ് എവിടെയോ ഉണ്ടായിരുന്നു. ഇതിവിടെ എന്താ കാണിക്കുന്നേ? ഈ സാധനം എടുക്കലില്ല, ഇത് മറന്നിക്കാണോ? ഇതിന് എക്സ്പയർ ഒക്കെ ഉണ്ട്. എനിക്കത് എക്സ്പയർ ആയി പോയത്. എക്സ്പയർ ആയത് 5-ാം തീയതി എക്സ്പയർ ആയി പോയി. ഇത് മറ്റേ മുരിങ്ങന്റെ ഇല അല്ലേ? മുരിങ്ങന്റെ ഇല ഫ്രൈ ചെയ്താണ്. അതില് ഉള്ളിയും മുരിങ്ങന്റെ ഇലയൊക്കെ ഇട്ടിട്ട് ചോറിൽ കഴിക്കുന്നത്. ഞാൻ കാണാനായിട്ടാ കഴിക്കാൻ.
അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തത് കഴിഞ്ഞല്ലേ? ഓ കഴിഞ്ഞു. ആ പെട്ടിയെടുത്ത് ഫുൾ പൊടികളാണ് ഇതില്. ഇതാണ് നമ്മളെ പൊടിപ്പെട്ടി. ഇതൊക്കെ ഏതാന്നുമില്ല, കണ്ണ് കാണുന്നൊക്കെ ഇടുക. എന്താണ് മുന്നിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് വർക്ക് ആവുമെങ്കിൽ ഇട്ട് കൊടുക്കുക. മതിഞ്ഞ ഇതാക്ക്. ഇത്ര മതി. സാധനം ഇടുക. അതിലൊന്ന് വെന്തോട്ടെ, ഒന്നും കൂടി ആവാണ്ട്. ഇതിപ്പോ ഇനി നുള്ളി പൊളിച്ചാലും കിട്ടൂല, ഇനിയിപ്പോ കരിയണ വരെ അത് ഇങ്ങനെ കിടക്കും. ആ കിട്ടി. നമ്മള് മഷ്റൂം ഇട്ടെടുത്തല്ലേ? കിടന്ന് വെന്തോട്ട് എല്ലാ ഭാഗത്തേക്കും നോക്ക്. ഇനി വേണമെങ്കിലേ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം അല്ലേ? അപ്പൊ മഷ്റൂം ഇതാ ആയിക്കൊണ്ടിരിക്കുക. അത് കുറച്ച് ടൈം എടുക്കും തോന്നുന്നുണ്ട്. സാധാരണ ഈ ക്യാനിൽ വരുന്നതേ അവരൊരു ഹാഫ് കുക്കഡൊക്കെ ആക്കിയിട്ടാണ് വരല്. ഇത് അവര് ഫുള്ളായിട്ട് കുക്ക് ചെയ്തിട്ടില്ല അല്ലെ? അത് പച്ചല്ല, അപ്പൊ ടൈം എടുക്കും എന്തായാലും അതാവാന്. നമുക്കെന്തായാലേ നമ്മള് മാവ് എടുത്തേ ചെയ്യുന്നില്ലേ, ദോശ ഉണ്ടാക്കാം. ദോശ ഒന്ന് കാണട്ടെ. എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യാ. ഷിബിന്നൊക്കെ പാളിന്ന് വിചാരിച്ചു. ഷിബിന്നൊക്കെ കേക്കണോ? വേറെ ലെവൽ കുക്കിംഗ് ആയിക്കണോ? ഞാൻ അവിടെ കെട്ടിക്കൊടുന്നാലേ കാലാകാലം ഞാൻ കുക്ക് ചെയ്യേണ്ടി വരും, അനക്ക് വെച്ചുണ്ടാക്കി തരേണ്ടി വരും വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷെ പഠിച്ച് എത്ര മാസം കൊണ്ടാ പഠിച്ചടി? എത്ര മാസം കൊണ്ട് പഠിച്ചു? 3 മാസോ? പറഞ്ഞ നാവെടുത്തിട്ട് നശിപ്പിച്ച് ദോശേ. ഓവർ കോൺഫിഡൻസ് ആകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലല്ല, രാഞ്ചിന്റെ പോലെ തന്നെ ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോണ ദോശ. ഇങ്ങോട്ട് വിളിച്ചോണ്ടാ ഇവിടെ നിക്കണത്. എടേ കൂടെ നല്ല എറിയുന്നുണ്ടല്ലോ. മനുഷ്യന് മൊരിവുള്ള ദോശ വേണ്ടേ? എനിക്ക് കഴിക്കാൻ പറ്റിയ, വായിക്ക് വെക്കാൻ പറ്റിയ ദോശ കിട്ടിക്കഴിഞ്ഞാ സെറ്റാണ്. മുരിഞ്ഞാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നല്ല മുരിഞ്ഞ നല്ല ടേസ്റ്റാ. അങ്ങനെ മഷ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ദോശയും കൂടി ആയി കഴിഞ്ഞാല് ഫുഡ് അടിക്കാം. നമുക്ക് ഇനി ഇവിടെ ഉണ്ടാക്കണം കേട്ടോ കാഞ്ച മസാല ദോശ. അറിയായിരുന്നു. മതി ഇങ്ങോട്ട് വാ അവിടെ ഇട്ടോ. അയ്യോ, ഇതെന്താ കാഞ്ച? ഇതെന്താ? ദോശ, പുതിയ ടൈപ്പ് ദോശയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? അത് അഞ്ച് തൊട്ട കാരണം അതിന്റെ ശേഷത്തെ ദോശ ഇങ്ങനെ ആയിട്ട് ഞാൻ നല്ലപോലെ ഉണ്ടാക്കി വരുന്നു. അഞ്ച് കഴിച്ചു നോക്ക് എന്തായാലും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് മോർണിംഗ് റൂട്ടീനായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. അടിപൊളിയല്ലേ?
കൊറേ കാലം ഇത് ഫ്രിഡ്ജിലിരിക്കുന്നത് നമ്മൾ എടുത്തിട്ടുണ്ടായില്ല. എന്നും ഉണ്ടാക്കാന്ന് പറയും, പക്ഷെ കൊറേ ദിവസം അങ്ങനെ പോയല്ലേ. 1 month. തക്കാളി വേണം? ആ വേണം. തക്കാളി കഴിക്കൂല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അതുവരേക്കും ബൈ.